ഇന്ന് സംസ്ഥാനത്തുടനീളം നല്ല മഴയായിരുന്നു. പല ദിനങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പല സ്ഥലങ്ങളിലും ഇന്നും തുടരുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട്, പല നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും അതുപോലെ കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ് റാം മുഹമ്മദ്, കേരളത്തിലെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ മഴയുടെ പൊതുവെയുള്ള അവസ്ഥ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇപ്പോൾ? SKN തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നേരത്തെ ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് ചുഴലിക്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകാൻ പോകുന്നത്. റിമാൽ എന്നാണ് ആ ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ഒമാൻ നിർദ്ദേശിച്ച പേരാണ്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ ഇത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം അത്ര കണ്ട് സംസ്ഥാനത്തെ ബാധിക്കില്ല. പക്ഷേ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്നിനി രാത്രിയിലും സമയമുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. വ്യാപകമായി പരക്കെ പലയിടങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ തീവ്രമായതോ ആയ മഴ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ചില ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ ലഭിച്ച ജില്ലകളാണ് എറണാകുളവും തൃശ്ശൂരുമൊക്കെ. അവിടെ രാത്രിയിലും ഇത്തരത്തിൽ അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. SKN മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കും എന്നാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അത് രാത്രിയിലും തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഈ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയോര മേഖലയിൽ വ്യാപകമായി മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ പ്രത്യേക ജാഗ്രത ആ മേഖലയിൽ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ജാഗ്രത തുടരണം. പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇടവിട്ട് തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ കാര്യമായി തന്നെ മഴയുണ്ട്. അരുവിക്കര പോലുള്ള ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പലയിടങ്ങളിലും നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെയുള്ള സഞ്ചാരത്തിനൊക്കെ നിരോധനവും നിയന്ത്രണവും ഉണ്ട്. SKN പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശവും മുന്നറിയിപ്പും പറയാനുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ശക്തമായ കാറ്റിന്, കാരണം ആ ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാൽ തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അറബിക്കടലിൽ. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മത്സ്യബന്ധനത്തിന് എന്നൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അത് കർശനമായി മത്സ്യത്തൊഴിലാളികൾ പാലിക്കേണ്ടതുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേർന്നത്.